മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റും അഡ്മിഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റാങ്കോ മാർക്കൊക്കെ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഏത് കോളേജാണ് ഓപ്റ്റ് ചെയ്തത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലാതെ ഇപ്പോൾ ഉള്ള ഇൻഡെക്സ് മാർക്കോ അത് വെച്ചിട്ടുള്ള അഡ്മിഷൻ്റെ കണക്കുകളോ ഒന്നും ഇപ്പോൾ ഇനി അടുത്തത് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി യാതൊരു ഐഡിയയും തരില്ല. അത് ഞാൻ ആദ്യമേ പറയുവാണ്. എൻ്റെ ഓരോ വീഡിയോയ്ക്ക് താഴെയും ഇത്ര റാങ്ക് കിട്ടിയാൽ കിട്ടുമോ, ഇത്ര റാങ്ക് കിട്ടിയാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റുഡൻസ്. അവരുടെ ഒരു ആവലാതിയും ആശങ്കയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എല്ലാ വർഷവും ഒരേ പോപ്പുലേഷൻ ഓഫ് വിദ്യാർത്ഥികളല്ല പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം അൺപ്രെഡിക്റ്റബിൾ ആണ്. എത്ര മാർക്ക് ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുണ്ട്, എവിടെയൊക്കെയുള്ള കുട്ടികൾക്കുണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് ഞാൻ ഇവിടെ ഇടുന്നത് കോളേജസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും അവിടുത്തെ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റിനെ കുറിച്ചും ഓരോ കാറ്റഗറിയിലും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ കട്ട് ഓഫ് മാർക്കും കണക്കും കാര്യങ്ങളും കാറ്റഗറി റാങ്കും സ്റ്റേറ്റ് മെറിറ്റ് റാങ്കും ഒക്കെ നോക്കി നമുക്ക് കോളേജിൻ്റെ ക്വാളിറ്റിയെ പറ്റി ഒരു ഐഡിയ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ കാര്യങ്ങൾ നോക്കാം. അവിടെ തൃശ്ശൂർ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിന് TRN എന്നാണ് കോഡ് കൊടുത്തിട്ടുള്ളത്. അവിടെ ടോട്ടൽ സീറ്റ് 80 ആണ്. അതിൽ തന്നെ ആദ്യത്തെ 1 മുതൽ 43 വരെ 43 വരെ സീരിയൽ നമ്പറുള്ള വിദ്യാർത്ഥികൾക്കും 100% ആണ് ഇൻഡെക്സ് മാർക്ക്. ആദ്യത്തെ 43 സ്റ്റുഡൻസിനും 300 ആണ് ഇൻഡെക്സ് മാർക്ക്. അടുത്ത 44 മുതൽ 68 വരെയുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് 299.17 ആണ്. ഹൈ സ്കോറാണ്. മികച്ച കോളേജായിട്ട് എനിക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ്. അടുത്ത ഡീറ്റെയിൽസിലേക്ക് കടന്നാൽ 298.34 ആണ് സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് വരുന്നത്. 1266 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. അടുത്തതായിട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ EW ആണ്. EWയിൽ 299.17 ഇൻഡെക്സ് മാർക്ക് കിട്ടിയ കുട്ടിയാണ് കട്ട് ഓഫ്. 1240 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 111 ആണ് കാറ്റഗറി റാങ്ക്. നെക്സ്റ്റ് ഈഴവ റിസർവേഷനിൽ EZ ആണ്. 298.34 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 1351 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 233 ആണ് കാറ്റഗറി റാങ്ക്. അടുത്തത് മുസ്ലിം റിസർവേഷൻ ആണ്. MU ആണ്. 298.34 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 1380 ആണ് സ്റ്റേറ്റ് റാങ്ക്. 571 ആണ് കാറ്റഗറി റാങ്ക്. ബാക്ക്വേർഡ് ഹിന്ദു BHൽ 299.17 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 1160 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 48 ആണ് കാറ്റഗറി റാങ്ക്. SC വിഭാഗത്തിന് 294.17 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 3397 ആണ് സ്റ്റേറ്റ് റാങ്ക്. 79 ആണ് കാറ്റഗറി റാങ്ക്. ലാറ്റിൻ കാത്തലിക് LCയിൽ 296.67 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 2135 ആണ് സ്റ്റേറ്റ് റാങ്ക്. 43 ആണ് കാറ്റഗറി റാങ്ക്. അടുത്തത് ധീവര വിഭാഗത്തിൽ DV എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 298.34 ആണ് കട്ട് ഓഫ് വരുന്നത്. 1465 ആണ് സ്റ്റേറ്റ് റാങ്ക്. 8 ആണ് കാറ്റഗറി റാങ്ക്. ST വിഭാഗത്തിൽ 280.83 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 9563 ആണ് സ്റ്റേറ്റ് റാങ്ക്. 12 ആണ് കാറ്റഗറി റാങ്ക്. CC വിഭാഗത്തിൽ കാഡറ്റ് കോപ്പ് CC 281.67 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 9143 ആണ് സ്റ്റേറ്റ് റാങ്ക്. ഇത്രയുമാണ് തൃശ്ശൂർ
ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 2025 അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് പ്രകാരം ഉള്ള കട്ട് ഓഫ് മാർക്കും റാങ്കും ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് വളരെ മികച്ച ഒരു നഴ്സിംഗ് കോളേജ് ആണ് തൃശ്ശൂർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്നാണ്. കാരണം ഹൈ സ്കോറുള്ള സ്റ്റുഡൻസ് തന്നെയാണ് ഇവിടെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ പ്രകാരം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ കട്ട് ഓഫ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിനു മുമ്പേ അവിടുത്തെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ കോഡ് എന്ന് പറയുന്നത് KTN എന്നാണ്. ഇവിടെ ടോട്ടൽ 80 സ്റ്റുഡൻസ് ആണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 39 സ്റ്റുഡൻസും 100% ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളാണ് ചേർന്നിരിക്കുന്നത്. അതിൽ തന്നെ റാങ്ക് വരുന്നത് സ്റ്റേറ്റ് റാങ്ക് 3 തൊട്ട് 698 വരെ റാങ്കുള്ള സ്റ്റുഡൻസിനും 100% ആയിരുന്നു ഇൻഡെക്സ് മാർക്ക്. അഡ്മിഷൻ എടുത്ത 39 സ്റ്റുഡൻസിനും 100% ആണ് ഇൻഡെക്സ് മാർക്ക്. അടുത്തതായിട്ട് സ്റ്റേറ്റ് മെറിറ്റ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. 299.17 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 744 ആണ് സ്റ്റേറ്റ് റാങ്ക്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് EWയിൽ 298.34 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 1396 ആണ് സ്റ്റേറ്റ് റാങ്ക്. 61 ആണ് കാറ്റഗറി റാങ്ക്. ഈഴവ വിഭാഗത്തിൽ EZ 299.17 ആണ് കട്ട് ഓഫ് ഇൻഡെക്സ് മാർക്ക്. 1014 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 173 ആണ് കാറ്റഗറി റാങ്ക്. അടുത്തത് MU മുസ്ലിം റിസർവേഷൻ. അതിൽ 299.17 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 1036 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 481 ആണ് കാറ്റഗറി റാങ്ക്. BH ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ 295.84 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. 2572 ആണ് സ്റ്റേറ്റ് റാങ്ക്. SC വിഭാഗത്തിൽ 299.33 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 3899 ആണ് സ്റ്റേറ്റ് റാങ്ക്. 94 ആണ് കാറ്റഗറി റാങ്ക് വരുന്നത്. വിശ്വകർമ്മ VK വിഭാഗത്തിൽ 299.17 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. സ്റ്റേറ്റ് റാങ്ക് വരുന്നത് 999. 30 ആണ് കാറ്റഗറി റാങ്ക്. അടുത്തതായിട്ട് LC ആണ് ലാറ്റിൻ കാത്തലിക്. 295.83 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 2855 ആണ് സ്റ്റേറ്റ് റാങ്ക്. 61 ആണ് കാറ്റഗറി റാങ്ക്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ വിഭാഗം BX ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത് 298.34. സ്റ്റേറ്റ് റാങ്ക് 1459. കാറ്റഗറി റാങ്ക് 10. DV ധീവര വിഭാഗത്തിൽ 298.33 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 1657 ആണ് സ്റ്റേറ്റ് റാങ്ക്. 12 ആണ് കാറ്റഗറി റാങ്ക് വരുന്നത്. KN കുശവൻ ആൻഡ് അതർ റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 295 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 2932 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. 14 ആണ് കാറ്റഗറി റാങ്ക് വരുന്നത്. KU കുടുംബി വിഭാഗം 284.16 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 8043 ആണ് സ്റ്റേറ്റ് റാങ്ക് വരുന്നത്. 12 ആണ് കാറ്റഗറി റാങ്ക്. ST വിഭാഗത്തിൽ 210 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 53,240 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. PD 280 ആണ് ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ് വരുന്നത്. 10,145 ആണ് സ്റ്റേറ്റ് റാങ്ക്. 270 ആണ് കാറ്റഗറി റാങ്ക്. SD വിഭാഗത്തിൽ 295 ഇൻഡെക്സ് മാർക്ക് കട്ട് ഓഫ്. 3002 ആണ് സ്റ്റേറ്റ് റാങ്ക് വരുന്നത്. അപ്പൊ ഇത്രയും പരിശോധിച്ച് കഴിയുമ്പോൾ തന്നെ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും ഏറ്റവും മികച്ച നഴ്സിംഗ് കോളേജുകളിൽ ഒന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും തന്നെ അത്യാവശ്യം നല്ല സ്കോറാണ്.
അതുകൊണ്ട് തന്നെ നല്ല സ്കോറുള്ള കുട്ടികൾ പ്രിഫർ ചെയ്ത ഒരു ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് എന്ന നിലയ്ക്ക് ഇതൊരു മികച്ച ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം.